സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഒന്നാമത് സ്ത്രീകൾക്ക് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. പിന്നെ അതിന് പുറമെ മറ്റൊന്ന് ബസ് സ്റ്റോപ്പുകളാണ്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പുകളും ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കൗതുകരമായ ചില കാഴ്ചകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു 10 ലക്ഷം, ഒരു 20 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഓരോ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കാറുള്ളത്. എന്നാൽ അതിൽ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു നല്ല രണ്ട് കമ്പി പോലും അവിടെ സാധാരണ ഉണ്ടാവാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഒരുപക്ഷെ എല്ലാ ആളുകളും ഇത്തരത്തിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ട് കമ്പിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അവിടെ ആർക്കാണ് ഇരിക്കാൻ കഴിയുക? ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമ്മൾ ആസനം വേദനിച്ച് എണീറ്റ് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊരു ന്യായീകരണമായിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടത്, ഇത് സാമൂഹിക വിരുദ്ധരൊക്കെ വന്നിരുന്ന് അവിടെ ആഭാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയന്നത് കൊണ്ടാണ് ഈ ഒരു മെക്കാനിസം ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ബാംഗ്ലൂർ വന്ന് നോക്കുമ്പോൾ എത്രങ്ങാനും സാധാരണക്കാരായ ആളുകൾ, വൃദ്ധരായ ആളുകൾ, അതുപോലെ സ്ത്രീകളായ ആളുകളൊക്കെ അവർ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഈ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഇരിക്കാറുള്ളത്. കാരണം പ്രധാനപ്പെട്ട ഒന്ന്, വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളൊന്നും എല്ലാവരും നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ ഫണ്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വലിയ എ സി രൂപത്തിലുള്ള എ സി മാതൃകകളുള്ള ബസ് സ്റ്റോപ്പുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മിനിമം ജനങ്ങൾക്ക് ഒന്ന് ഇരുന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വാഹന കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും.